ആക്രമിച്ചാൽ പ്രത്യാക്രമണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി തന്നെയാണ് ഇന്നും യുഎസ് എന്ന് തെളിയിച്ച് യുഎസിന്റെ ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്ക്. സിറിയയിലെ IS കേന്ദ്രങ്ങളിൽ US താണ്ഡവം. സൈനികരെ കൊലപ്പെടുത്തിയതിന് കനത്ത പ്രഹരം തിരിച്ചു നൽകി അമേരിക്ക. 2 സൈനികരടക്കം 3 യുഎസുകാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ കനത്ത തിരിച്ചടിയാണ് നടന്നിരിക്കുന്നത്. ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്ക് എന്ന പേരിലാണ് സിറിയയിലെ IS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് US ആക്രമണം ആരംഭിച്ചത്. പെന്റഗൺ മേധാവി പെറ്റെ ഹെക്സേത്ത് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. IS അംഗങ്ങളെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ കേന്ദ്രങ്ങളും ഇല്ലാതാക്കുന്നതിനായി US സൈന്യം സിറിയയിൽ ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്ക് ആരംഭിച്ചതായി പെന്റഗൺ മേധാവി സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് അറിയിച്ചത്. ഡിസംബർ 13-ന് US സേനയ്ക്കെതിരെ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കക്കാരെ നിങ്ങൾ ലക്ഷ്യം വെച്ചാൽ എവിടെയാണെങ്കിലും നിങ്ങളെ വേട്ടയാടുമെന്നും ക്രൂരമായി കൊല്ലുമെന്നും പെന്റഗൺ മേധാവിയുടെ മുന്നറിയിപ്പ്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു അമേരിക്കയുടെ ഓപ്പറേഷൻ ഹോക്കി എന്നാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് വിശദമാക്കിയത്. സിറിയയുടെ മധ്യഭാഗത്തായുള്ള നിരവധി ലക്ഷ്യസ്ഥാനങ്ങളിൽ യുദ്ധവിമാനം, ഹെലികോപ്റ്റർ, പീരങ്കി അടക്കമുള്ളവ ഉപയോഗിച്ചാണ് അമേരിക്ക ആക്രമിച്ചിട്ടുള്ളത്. ജോർദാനിൽ നിന്നുള്ള വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടും എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉന്നയിച്ച് BBC-യുടെ റിപ്പോർട്ട്. നേരത്തെ ഡിസംബർ 13-ന് സിറിയയിലെ പാൽമറയിൽ IS ആക്രമണത്തിൽ 2 സൈനികരും അമേരിക്കൻ സ്വദേശിയായ ഭാഷാ പരിഭാഷകനും കൊല്ലപ്പെട്ടിരുന്നു. ശക്തമായ തിരിച്ചടി അന്ന് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു. നിങ്ങൾ അമേരിക്കക്കാരെ ലക്ഷ്യമിട്ടാൽ ശേഷിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾ വേട്ടയാടപ്പെടും, കണ്ടെത്തി കൊലപ്പെടുത്തുന്നതും ഉറപ്പാക്കും എന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് സൈനികർക്കെതിരായ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. സിറിയയിൽ ഭീകരവാദത്തിനെതിരായ പ്രവർത്തനം തുടരും, പ്രതിരോധ സെക്രട്ടറി വിശദമാക്കി. അടുത്തിടെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായ പോരാട്ടത്തിന് സിറിയ അമേരിക്കയുമായി കൈകോർത്തത്. സിറിയയിലും ഇറാഖിലുമായി 7000-ഓളം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ഉണ്ട് എന്നാണ് UN കണക്കുകൾ. 2015 മുതലാണ് അമേരിക്കൻ സേന സിറിയയിൽ നിരീക്ഷണം തുടങ്ങിയത്. മധ്യ സിറിയയിലെ 70-ഓളം IS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് അമേരിക്ക വൻ ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇനിയും കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാമെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത്യാധുനിക യുദ്ധവിമാനങ്ങളെ F-15, ഈഗിൾ, A-10, തണ്ടർബോൾട്ട് തുടങ്ങിയവയും AH-65 അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും അടക്കം ഉപയോഗിച്ചാണ് US സൈന്യം IS കേന്ദ്രങ്ങളിൽ തിരിച്ചടി നടത്തിയത് എന്നാണ് വിവരം. ജോർദാനിൽ നിന്നുള്ള അമേരിക്കയുടെ F-16 യുദ്ധവിമാനങ്ങളും ഹിമാർസ് മിസൈലുകളും US സേന ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് IS ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 2 സൈനികരടക്കം 3 യുഎസുകാർ കൊല്ലപ്പെട്ടത്. സിറിയയിലെ പാൽമൈറയിലായിരുന്നു സംഭവം നടന്നത്. 3 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമിയെ US സൈന്യം വധിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ IS-ന് കനത്ത തിരിച്ചടി നൽകും എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.